ഹൃദയത്തിലെ രക്തധമനികളുടെ ബ്ലോക്കുകൾ നീക്കം ചെയ്യാനായി ഒരു ഗൈഡ് വയർ അഥവാ വഴികാട്ടിയായ ഒരു വയറിൻ്റെ സഹായത്തോടെ ഒരു ബലൂണിനെ അകത്ത് കയറ്റി ബ്ലോക്കിനെ വികസിപ്പിച്ച് ആ ബ്ലോക്ക് നീക്കം ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബലൂൺ ശസ്ത്രക്രിയ എന്ന് വിവക്ഷിക്കുന്നു. ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ബലൂൺ വെച്ച് ബ്ലോക്ക് നീക്കം ചെയ്യുന്നതിന് പകരം ലേസർ ബലൂണുകളുടെ സഹായത്തോടെ ഈ ചികിത്സാ രീതിയിൽ ബ്ലോക്കിന് നമ്മൾ കട്ടി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് വളരെ 1-2 സ്ഥലങ്ങളിലൊഴികെ ലേസർ ആൻജിയോപ്ലാസ്റ്റിക്ക് വലിയ യൂസ് ഇല്ല. അത് വരുന്നത് നമ്മളൊരു വയർ പാസ് ചെയ്തു, ബലൂണുകളൊന്നും പോകുന്നില്ല എങ്കിൽ നമുക്ക് കാൽഷ്യമുള്ള ബ്ലോക്ക് ആണെങ്കിൽ റോട്ടബ്ലേഷൻ്റെ സഹായത്തോടെ നീക്കം ചെയ്യാം, അല്ലെങ്കിൽ ലേസർ ബലൂണിൻ്റെ സഹായത്തോടെ നീക്കം ചെയ്യാം. ഡോക്ടർ സ്റ്റോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ചീഫ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, മാനേജിംഗ് ഡയറക്ടർ, മെഡിട്രീന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്, ഡോക്ടർ എൻ പ്രതാപ് കുമാറാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഈ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ഇതൊന്നും സാധാരണ ആൾക്കാർക്ക് അത്ര പരിചയമുള്ള പേരുകളായിരിക്കില്ല. എന്താണെന്നൊന്ന് പറയാമോ? സാധാരണഗതിയിൽ അത് പരിചിതമില്ല എന്ന് ഞാൻ പറയില്ല. 2002 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 1997 ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നും ഈ DM കാർഡിയോളജി ബിരുദമെടുക്കുമ്പോൾ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും ബലൂൺ ശസ്ത്രക്രിയ സൗകര്യമില്ലായിരുന്നു. അന്ന് 2003 മുതൽ 2006 കാലഘട്ടങ്ങൾ വരെ ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ കാർഡിയോളജി വിഭാഗം മേധാവിയായ സമയത്ത്, അന്ന് പോലും കേരളത്തിൽ ഏകദേശം 9ഓളം ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ ബലൂൺ ശസ്ത്രക്രിയ അവൈലബിൾ ആയിരുന്നത്. ഇന്ന് ഏകദേശം 200-ന് മുകളിൽ ആശുപത്രികളിൽ ഈ സൗകര്യം കേരളത്തിലുണ്ട്. ലോകത്ത് തന്നെയും ഏറ്റവും കൂടുതൽ ബലൂൺ ശസ്ത്രക്രിയ ചികിത്സാ രീതി പെർ ലാക്ക് പോപ്പുലേഷനിലുള്ളത് കേരളത്തിലായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം ബലൂൺ ശസ്ത്രക്രിയ എന്തെന്നാണ്. ഹൃദയത്തിലെ രക്തധമനികളുടെ ബ്ലോക്കുകൾ നീക്കം ചെയ്യാനായി ഒരു ഗൈഡ് വയർ അഥവാ വഴികാട്ടിയായ ഒരു വയറിൻ്റെ സഹായത്തോടെ ഒരു ബലൂണിനെ അകത്ത് കയറ്റി ബ്ലോക്കിനെ വികസിപ്പിച്ച് ആ ബ്ലോക്ക് നീക്കം ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബലൂൺ ശസ്ത്രക്രിയ എന്ന് വിവക്ഷിക്കുന്നത്. ഓപ്പൺ സർജറി നിർദ്ദേശിക്കപ്പെട്ട ഒരു ഹൃദ്രോഗിക്ക് ആൻജിയോപ്ലാസ്റ്റി എത്രത്തോളം ഫലപ്രദമാകും? സാധാരണഗതിയിൽ ആർക്കാണ് നമ്മൾ ബൈപ്പാസ് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നത്? നമ്മൾ എന്ന് വെച്ചാൽ ഹൃദയത്തിലെ രക്തധമനികളിലെ ബ്ലോക്കുകൾ, കാഠിന്യം കൂടിയ ബ്ലോക്കുകൾ, പലപ്പോഴും ബലൂൺ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റാത്ത രക്തധമനികളായി നമ്മൾ വിവക്ഷിക്കപ്പെട്ടിരുന്നു. ഏകദേശം 2002 ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ചികിത്സാ രീതി ബൈപ്പാസ് ശസ്ത്രക്രിയയാണ്. ബലൂൺ ആൻജിയോപ്ലാസ്റ്റി 1977 ശേഷം വന്നതാണ്. 2002 മരുന്ന് പുരട്ടിയ ബലൂൺ സ്റ്റെൻറ്റുകൾ അവൈലബിൾ ആയത്. ഈ ഏകദേശം ഇതിനും 25 കൊല്ലം മുമ്പ് തന്നെ ഈ ബൈപ്പാസ് ശസ്ത്രക്രിയ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ബൈപ്പാസിന് നിർദ്ദേശിക്കുകയാണ് പതിവ്. പിന്നെ കാലം കഴിഞ്ഞപ്പോൾ എല്ലാ സിമ്പിൾ ബ്ലോക്കുകളെ നമ്മൾ ബലൂൺ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കും. ഇന്ന് ഏത് തരം ബ്ലോക്കുകൾ, എത്ര കഠിനമായ ബ്ലോക്കുകൾ, നമ്മൾ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് തുല്യമായ രീതിയിൽ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യാൻ സാങ്കേതിക വിദ്യകളും അതിനൊപ്പം ഹൃദ്രോഗ വിദഗ്ധരും വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഏത് ബലൂൺ ശസ്ത്രക്രിയയാണോ, ഏത് രോഗിക്കാണോ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചത്, അവർക്ക് എല്ലാവർക്കും തന്നെ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഡോക്ടറിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? നമ്മൾ ഈ ബലൂൺ ശസ്ത്രക്രിയയുടെ ഫലമായിട്ട് ഞാൻ ഈ ശരിക്കും പറഞ്ഞ 2 തരത്തിലാണ് എൻ്റെ പ്രവർത്തനങ്ങളെ കാണേണ്ടത്. ഒന്ന്, ഹൃദ്രോഗ ചികിത്സ സാധാരണ ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ ഭാരതത്തിൻ്റെ അങ്ങേയറ്റം ഹരിയാന എന്ന സംസ്ഥാനത്ത് 4 ജില്ലാ ആശുപത്രികളിലായി സർക്കാരുമായി ചേർന്ന് ബലൂൺ ശസ്ത്രക്രിയാ രീതി ആയുഷ്മാൻ ഭാരത് റേറ്റിനേക്കാൾ താഴ്ന്ന ലെവൽ ഏകദേശം ഒരു മാസം 450 മുതൽ 500 പേർക്ക് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം 6000 പേർക്ക് ബലൂൺ ശസ്ത്രക്രിയ 50,000 രൂപയ്ക്ക് താഴെ ചെയ്യുന്നുണ്ട്. അതുവഴി കഴിഞ്ഞ 7 കൊല്ലങ്ങളായിട്ട് 35,000 പേർക്ക് ഈ ചികിത്സാ രീതി ഇത്ര കുറഞ്ഞ ചെലവിൽ, 50,000 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സർക്കാർ സംവിധാനങ്ങളിൽ പോലും
1,10,000 1,20,000 ആകുന്നതാണ്. ഞാൻ അവിടെ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം തന്നെ സ്ഥാപിച്ചു. ആശുപത്രിക്കുള്ളിൽ ഇതിൻ്റെ മെഷീനറി സ്ഥാപിച്ചു, ഡോക്ടർമാർക്ക് അപ്പോയിൻ്റ് ചെയ്തു, അവർ ട്രെയിനിങ് കൊടുത്തു ആണ് ഇതെത്തിക്കുന്നത്. ഇത് ഒരു വശം. അത് കൂടാതെയാണ് ഇന്ത്യക്ക് പുറത്തുള്ള മാൽദീവ്സ് എന്ന രാജ്യത്ത് 2016 മുതൽ ഇന്ന് വരെ ഹൃദ്രോഗ ചികിത്സ അല്ലെങ്കിൽ കാത്തലാബ് സൗകര്യത്തോടെ ബലൂൺ ശസ്ത്രക്രിയാ രീതി സാധാരണ ജനങ്ങളിൽ എത്തിക്കുകയും മരണനിരക്ക് ക്രമാതീതമായി കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതും എനിക്ക് ചാരിതാർത്ഥ്യം തരുന്നതാണ്. ഇത് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു വശത്ത്. രണ്ടാമത്തത്, ഇന്ത്യക്ക് പുറത്തുള്ള 17 രാജ്യങ്ങളിലും ഇന്ത്യയിലെ തന്നെ ഏകദേശം 18 സംസ്ഥാനങ്ങളിലും പല ആശുപത്രികളിലും പോയി ഹൃദ്രോഗ വിദഗ്ധരെ, ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് അതിസങ്കീർണമായ ബലൂൺ ശസ്ത്രക്രിയ, പ്രത്യേകിച്ച് CTO ആൻജിയോപ്ലാസ്റ്റി ട്രെയിൻ ചെയ്ത് ഞാൻ ചെയ്യുന്നതിന് പകരം അവരെ കൊണ്ട് ചെയ്യിച്ച് സാധാരണ ജനങ്ങളിൽ ഈ ചികിത്സാരീതി എത്തിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ചികിത്സ ഇല്ലാത്തടത്ത് ചികിത്സ കൊടുക്കാൻ ആശുപത്രികൾ സഹായിച്ചു അതിനുള്ള പണി ചെയ്യുന്നു. 2, ഹൃദ്രോഗ വിദഗ്ധരെ പരിശീലിപ്പിച്ച് ചികിത്സ ഞാൻ കൊടുത്താൽ 100 പേരെന്നുണ്ടെങ്കിൽ 100 പേരെ കൂടി ട്രെയിൻ ചെയ്താൽ അതെനിക്ക് 10,000 പേരിൽ ചികിത്സ എത്തിക്കാനുള്ള ശ്രമവും ഞാൻ നടത്തുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടർ, ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി ഇതെല്ലാം സെയിം ആണോ? ഈ ഒരു ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ബലൂൺ വെച്ച് ബ്ലോക്ക് നീക്കം ചെയ്യുന്നതിന് പകരം ലേസർ ബലൂണുകളുടെ സഹായത്തോടെ ഈ ചികിത്സാ രീതിയിൽ ബ്ലോക്കിന് നമ്മൾ കട്ടി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് വളരെ 1-2 സ്ഥലങ്ങളിലൊഴികെ ലേസർ ആൻജിയോപ്ലാസ്റ്റിക്ക് വലിയ യൂസ് ഇല്ല. അത് വരുന്നത് നമ്മളൊരു വയർ പാസ് ചെയ്തു, ബലൂണുകളൊന്നും പോകുന്നില്ല എങ്കിൽ നമുക്ക് കാൽഷ്യമുള്ള ബ്ലോക്ക് ആണെങ്കിൽ റോട്ടബ്ലേഷൻ്റെ സഹായത്തോടെ നീക്കം ചെയ്യാം, അല്ലെങ്കിൽ ലേസർ ബലൂണിൻ്റെ സഹായത്തോടെ നീക്കം ചെയ്യാം, അല്ലെങ്കിൽ ചില പ്രത്യേകതരം മൈക്രോ കത്തീറ്ററുകളുടെ സഹായത്തോടെ നീക്കം ചെയ്യാം. രണ്ടാമത്തത്, പണ്ടേ രക്തക്കുഴലുകളിൽ ബ്ലോക്കിന് നമ്മൾ സ്റ്റെൻഡ് ഇട്ടു, ആ സ്റ്റെൻറ്റിനകത്ത് വീണ്ടും ബ്ലോക്ക് വന്നു. നമ്മൾ പറയുന്നത് ഇൻസ്റ്റൻറ്റ് റീസ്റ്റിനോസിസ് എന്ന് പറയും. സ്റ്റെൻറ്റിനകത്ത് വരുന്ന പുതിയ തരം വീണ്ടും അടഞ്ഞു വരുന്ന കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് കുറച്ച് കട്ട് കൂടിയതാണെങ്കിൽ ലേസറിൻ്റെ സഹായത്തോടെ അതിനെ ലഘൂകരിക്കാനും അതിനുശേഷം ബലൂൺ വികസിപ്പിച്ച് ആ ബ്ലോക്ക് നീക്കം ചെയ്യാനും പറ്റും. അപ്പോൾ ലേസർ ആൻജിയോപ്ലാസ്റ്റിയുടെ ഒരു ലിമിറ്റഡ് യൂസാണ്. ഒരു 1-2% പേരിൽ മാത്രം ആവശ്യമുള്ള ബലൂൺ ശസ്ത്രക്രിയാ രീതിയാണ്. അത് ലേസറിൻ്റെ സഹായത്തോടെ ബലൂൺ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാൽഷ്യം ബ്ലോക്കുകൾ അങ്ങനെയുള്ള രോഗികളുണ്ടല്ലോ, അപ്പം അവരുടെയൊക്കെ അതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് അതിന് പലതരത്തിലുള്ള ചികിത്സാ രീതികൾ അവൈലബിൾ ആണ്. ഒന്ന്, നമ്മൾ സാധാരണ ബലൂണുകൾ ഉപയോഗിച്ചാണ് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കുഴഞ്ഞൊരു മാവ് പോലത്തെ സ്ഥലത്തൂടെ ബലൂൺ വികസിപ്പിച്ചാൽ ബലൂണുകൾ വികസിക്കും. അത് സാധനം കുറച്ച് കട്ടി പിടിച്ച് കല്ല് പോലെ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് ബലൂൺ പൊട്ടുകയുള്ളൂ. അതിന് പകരം നമ്മൾ ഈ കാൽഷ്യമുള്ള ബ്ലോക്കുകളെ ലഘൂകരിക്കാനായി 2 തരത്തിലുള്ള ചികിത്സയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് അത്തറക്ടമി ചികിത്സ, 2 ബലൂൺ ചികിത്സ. അത്തറക്ടമി ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ഈ വളരെ ശക്തമായ രീതിയിൽ റൗണ്ട്, അതായത് റോട്ടബ്ലേഷൻ അല്ലെങ്കിൽ ഓർബിറ്റൽ അത്തറക്ടമി, ഡയമണ്ട് അടങ്ങിയ അതിൻ്റെ വളരെ ഫാസ്റ്റായി 1 മിനിറ്റ് തന്നെ 1,80,000 RPM സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഡിവൈസ് വെച്ചിട്ട് ഇതിനെ ചുരണ്ടിക്കളയുക, ഈ കാൽഷ്യത്തിന്. അത് അത്തറക്ടമി. അതിനുശേഷം ബലൂൺ നിക്ഷേപിക്കുക, പിന്നെ സ്റ്റെൻഡ് ഇടുക. രണ്ടാമത്തത് ബലൂണായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റും. നമ്മൾ ചില ബ്ലേഡുകൾ, അതായത് ബ്ലേഡുകളുള്ള ബലൂണുകളുണ്ട്. നമ്മൾ കട്ടിംഗ് ബലൂൺ എന്ന് പറയും, സ്കോറിംഗ് ബലൂൺ എന്ന് പറയും, അല്ലെങ്കിൽ ഹൈ പ്രഷർ ബലൂൺ ഉണ്ട്, OPN ബലൂൺ എന്ന് പറയും. ഇതിൻ്റെ സഹായത്തോടെയും ലേസർ പോലെ തന്നെ വേറൊരു സാധനം ഷോക്ക് വേവ് എന്ന് പറയും. നമ്മൾ ആൾക്കാർക്ക് ലിത്തോട്രിപ്സി എന്ന് പറയത്തില്ലേ, ബലൂൺ ഈ കല്ല് പൊടിച്ച് കളയുന്നത്. അപ്പം IVL, ആ ലിത്തോട്രിപ്സിയുടെ സഹായത്തോടെ ഇതെല്ലാം തന്നെയാണ് കാൽഷ്യത്തിൻ്റെ ചികിത്സയുടെ. അപ്പം അത്തറക്ടമി, ബലൂൺ ഇല്ലാത്തത്, ബലൂണുള്ള OPN ബലൂൺ, IVL ബലൂൺ, ലേസർ തുടങ്ങിയ സാധനങ്ങൾ, ഇവൻ്റെ എല്ലാ സഹായത്തോടെ ഇതിനെ പൊടിച്ച് കളഞ്ഞ് ലഘൂകരിച്ച് സോഫ്റ്റ് ആക്കിയ ശേഷം അതിനുശേഷം ബലൂൺ വെച്ച് വികസിപ്പിച്ചിട്ട് സ്റ്റെൻഡ് നിക്ഷേപിക്കുകയാണ്
ഇത്തരത്തിലുള്ള ചികിത്സാ രീതി. ഇതിന് വേണ്ടിയിരിക്കുന്നത് ഇതിനുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽ. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിനെല്ലാം സൗകര്യമുണ്ട്. രണ്ടാമത്തത്, ഇത് മനസ്സിലാക്കി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു വെച്ച ഡോക്ടർമാർ. ഇപ്പോഴത്തെ ഇതിൻ്റെ സാങ്കേതിക വിദ്യ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതിന് അറിയാവുന്നവരുമായി ചേർന്ന് പരിശീലനം, ഞാൻ ഒരുപാട് പേർക്ക് പരിശീലനം കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ട്രെയിനിങ് ചെയ്ത് ഉള്ള ഡോക്ടർമാർ. മൂന്നാമത്തത്, ഈ സാങ്കേതിക വിദ്യ അപ്രാപ്യമാക്കാനുള്ള ഇൻഷുറൻസ് പദ്ധതികളോ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടമുള്ളവർക്ക് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് മൂന്നും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഹൃദ്രോഗം എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചും ഹൃദ്രോഗം എങ്ങനെ ചികിത്സിക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ ഉള്ള സംശയങ്ങൾ ദൂരീകരിച്ച് തന്നത് നമ്മുടെ ഡോക്ടർ എൻ പ്രതാപ് കുമാർ സാറാണ്. സർ, താങ്ക് യു സോ മച്ച്